ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ കുറച്ച് നാൾ കൊറോണയൊക്കെ പിടിച്ചൊന്ന് ക്വാറൻറ്റൈനിലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാതെ ദൈവം സഹായിച്ച് നോർമലി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ശരിക്കും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം. നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാണ് ഇപ്പം വന്നേക്കണത്. അപ്പോൾ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. 2 സോങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഗ്യാപ്പ് വന്ന് വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ ചോദിച്ച നിർദ്ദേശപ്രകാരം നമുക്കിപ്പോൾ ചോദിച്ചിരിക്കുന്നത് 2018 ഇറങ്ങിയ ഗുലേബാഗ് വാലി എന്ന മൂവിയിലെ കല്യാൺ ഡയറക്റ്റും ചെയ്ത നമ്മളെ പ്രഭുദേവ മാസ്റ്ററും ഹൻസികയും ചേർന്ന് അഭിനയിച്ച ഒരു കിടിലൻ മൂവിയിലെ കിടിലൊരു സ്റ്റെപ്പാണ് അവർ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അതിലോട്ട് തന്നെ പോവാം. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തതും കുറച്ച് ടഫായിട്ട് തോന്നും. അപ്പോൾ അത് നിങ്ങൾ 2-3 തവണ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഫസ്റ്റ് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ലെഗ് കുറച്ച് മുന്നോട്ട് വയ്ക്കുക. ഓക്കെ, ലെഫ്റ്റ് ലെഗ് നേരെ ബാക്കിലാണ് ഇപ്പം. അപ്പോൾ റൈറ്റ് ലെഗിൻ്റെ ഫസ്റ്റ് ഹീല് അപ്പ് ചെയ്ത് തിരിക്കുക, പുറത്തോട്ട് തിരിക്കുക, തിരിച്ച് റിട്ടേൺ ബാക്ക് വയ്ക്കുക. അതേ കണക്ക് തന്നെ ലെഫ്റ്റ് ലെഗിൻ്റെ ഹീല് ഇൻസൈഡിലോട്ട് തിരിക്കുക, തിരിച്ച് റിട്ടേൺ ബാക്ക് വയ്ക്കുക. ഓക്കെ, റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ്. ഓക്കെ, ഇനി രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാം. 1 2. ഒന്നുകൂടി നോക്കാം. 1 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ലെഫ്റ്റ് ലെഗിൻ്റെത് നമ്മൾ 1 2 അടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗിൻ്റെ ഹീല് അപ്പ് ചെയ്യുക. അതേ കണക്ക് 1 2. ഒന്നുകൂടി 1 2. വീണ്ടും അത് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ലെഗിൻ്റെ ഹീല് അപ്പ് ചെയ്ത് തിരിച്ച് വെച്ചതിന് ശേഷം ആ ഫ്ലോറിൽ തന്നെ ഒന്നുകൂടി 1 2 ചെയ്യുക. അതായത് 1 2 3 4 5 6 7 8. ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6 7 8. ഇത്രയും മനസ്സിലായല്ലോ. റൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വയ്ക്കുക, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ. ഫസ്റ്റ് റൈറ്റ് ലെഗിൻ്റെ ഹീല് പുറത്തോട്ട് ചേർക്കുക, തിരിച്ച് വയ്ക്കുക, ലെഫ്റ്റ് ലെഗിൻ്റെ ഹീല് അകത്തോട്ട് വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2. ഫസ്റ്റിൽ ബാക്കിലത്തെ ലെഫ്റ്റ് ലെഗ് മാത്രം ഒന്ന് എടുത്ത് ചെയ്യുക. 1 2. രണ്ടാമത് 2 കാലും എടുക്കാതെ തന്നെ ഒന്ന് തിരിക്കുക. 3 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗിൻ്റെത് ഫസ്റ്റ് ഈ സൈഡ് തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗും കൂടെ ഒന്ന് തിരിക്കുക. നോക്കൂ. 1. ഓക്കെ, റൈറ്റ് ലെഗ് പുറത്തോട്ട് തിരിക്കുന്ന സമയത്ത്, അതായത് റൈറ്റ് സൈഡിലോട്ട് തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗിൻ്റെ ഹീലും റൈറ്റ് സൈഡിലോട്ട് തിരിക്കുക. 1. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഗിൻ്റെ ഹീല് വീണ്ടും റൈറ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗിൻ്റെ ഹീല് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് 1 2 3 4 5 6. ഓക്കെ, ദെൻ ക്ലോസ്. ഒന്നുകൂടി നോക്കാം. റെഡി? 1 2 3 4 5 6 ക്ലോസ്. പഴയ പൊസിഷനിൽ വരിക. ഓക്കെ, റെഡി? 1 2 3 4 5 6 ക്ലോസ്. അപ്പോൾ നമ്മൾ ലെഗ് ചെയ്തതിന് ശേഷം ഇനി ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് പഞ്ച് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് താഴോട്ട് പഞ്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ക്രോസ്. 1 1 2. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൂടുതൽ പവർ കൊടുക്കുക, താഴോട്ട് കൂടുതൽ പവർ കൊടുക്കുക. റൈറ്റ് ഹാൻഡ് ചെറുതായിട്ടൊന്ന് പഞ്ച് ചെയ്താൽ 1 2 1 2. ഓക്കെ, 1 2 കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ഹാൻഡ് 3 4. വൺ മോർ ടൈം. 1 2 3. റൈറ്റ് ഹാൻഡ് തിരിക്കുക 3. അത് കഴിഞ്ഞ് നേരെ സ്ട്രെയിറ്റ് 4. അവിടെ നേരെ താഴോട്ട് പഞ്ച് ചെയ്യുക.
ഒന്നുകൂടി 1 2 3 and 4. ഓക്കെ, ദെൻ ക്ലോസ്. ഒന്നുകൂടി 1 2 3 4 ക്ലോസ്. 1 2 3 4 ക്ലോസ്. 1 2 3 4 ക്ലോസ്. ഓക്കെ, 1 2 3 4 5 6 ക്ലോസ്. ഓക്കെ, റെഡി? ഇനി കൈയുടെ മൊമെൻറ്റോടെ വെച്ച് നമുക്ക് നോക്കാം. 1 1 2 3 4 ക്ലോസ്. 1 2 3 4 ക്ലോസ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സ്ലോയിൽ നമുക്ക് കുറച്ച് നോക്കാം. ഫസ്റ്റ് 1 2 3 4 ക്ലോസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം സ്റ്റെപ്പ് ഒന്ന്. റെഡി? 1 2 1 2 3 1 2 1 2 3. ഇത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ലെഫ്റ്റ് ഹാൻഡ് നേരെ നമ്മൾ കഴുത്തിൻ്റെ നെക്കിന് താഴോട്ട് വയ്ക്കുക. റൈറ്റ് ഹാൻഡ് ഈ സൈഡിലോട്ട് പിടിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് 1 2 3. ഇത് അടിക്കുന്ന സമയത്ത് രണ്ട് ലെഗിൻ്റെ നമ്മൾ രണ്ടിൻ്റെ മുട്ടും 1 2 3 1 2 3. ഓക്കെ, ഒന്നുകൂടി ചെയ്യുക. 1 2 3. ഒന്നുകൂടി നോക്കാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ്. 1 2 3. ഒന്ന് നോക്കാം. 1 2 3. ഇത് കഴിഞ്ഞ് തന്നെ വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ 1 2 1 2 3 1 2 1 2 3. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതുവരെ ചെയ്ത സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ടഫായിട്ട് തോന്നുന്നു, എന്നാലും സംഭവം നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഈസിയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇനി കൂടുതൽ വീഡിയോകൾ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ.